ഏറെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു വേദിയിൽ എന്നെ കൂടി പരിഗണിച്ചത്. ബ്രണ്ണൻ കോളേജ് എന്ന് പറയുന്നത് എൻ്റെ നാട്ടിൽ തന്നെയുള്ളൊരു കോളേജാണ്. പക്ഷേ ഒരു പരിപാടിക്കും ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. 2 തവണ വന്നിട്ടുണ്ട്. അത് തികച്ചും എന്നോടൊപ്പം ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് സർക്കാർ ജീവനക്കാർ ശപിച്ച മനസ്സുമായിട്ട് കയറി വന്നിട്ടുണ്ട് ഇവിടെ. ആ കൂട്ടത്തിൽ ഞാനും ഒരു ജീവനക്കാരനും ഇഷ്ടമല്ലാത്ത ഒരു തൊഴിൽ എടുക്കാൻ വേണ്ടി ഇലക്ഷൻ ഡ്യൂട്ടി അതിനുവേണ്ടി ശപിച്ചുകൊണ്ട് 2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇങ്ങോട്ടൊക്കെ വന്നില്ല. അവിടെ കയറി വരുന്ന ഭാഗത്ത് തന്നെ സാധന പെട്ടി നോക്കി പോയി. അതാണ് എനിക്ക് ബ്രണ്ണൻ കോളേജുമായിട്ടുള്ള ബന്ധം. ഞാനൊരു പ്രഭാഷകനൊന്നുമല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പറയാൻ അവസരം കിട്ടിയാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അതാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഇതേ ആവശ്യത്തിനുള്ളിൽ മട്ടന്നൂർ കോളേജിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു കോളേജാണ്. അവിടെ പോയി. പക്ഷെ അത് മലയാളം ക്ലബിന് വേണ്ടിയായിരുന്നു. കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. നല്ലൊരു ഓഡിയൻസും ആയിരുന്നു, നല്ലൊരു പരിപാടിയുമായിരുന്നു. അവിടെ പിന്നെ കോമ്പറ്റീഷൻ കൂടി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത് പാട്ട് കേൾക്കാൻ, പാട്ട് പാടാൻ കൂടി അറിയുന്നവരാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ 37 വർഷക്കാലത്തോളം അധ്യാപകനായിരുന്നു. ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. ഈ അധ്യാപകർക്ക് ഒരു ശീലമുണ്ട്. നിങ്ങളും ഇതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള അധ്യാപകരും അനധ്യാപകരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്കും ആ ശീലം കാണും. എന്താ ശീലം എന്നറിയോ? ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാനുള്ളത്. മുമ്പിൽ ഇരിക്കുന്നതൊക്കെ കുട്ടികളെ കാണുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അധ്യാപകരുടെ ഒരു സ്വഭാവമാണ്. അതുപോലെ അടിസ്ഥാനപരമായിട്ട് ഞാനും ഒരു അധ്യാപകനായതുകൊണ്ട് എനിക്കും ആ ശീലമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രഭാഷണത്തിൻ്റെ ഇടയിൽ അല്പം ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടായി വരും. ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ചൂണ്ടിക്കൊണ്ട് ചോദിക്കില്ല, മൊത്തമായിട്ട് അങ്ങോട്ട് വിട്ടുതരുക ചെയ്യും. എനിക്ക് വേണ്ടത് നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ മനസ്സിൽ കണക്ക് കൂട്ടാതെ കേവലം ഒരു ശ്രോതാവായിട്ട് മാത്രം ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ തുടങ്ങാം. ഭാവഗായകൻ. നമ്മൾ അറിഞ്ഞുകൊണ്ട് പേര് കൊടുത്ത ചില പാട്ടുകാർ മാത്രമേ മലയാളത്തിലുള്ളൂ. ശ്രോതാക്കൾ അങ്ങോട്ടേക്ക് പേര് നിർദ്ദേശിച്ച കുറച്ച് പാട്ടുകാർ. ഒന്ന് നമ്മുടെ ഗന്ധർവൻ, ഗാനഗന്ധർവൻ എന്ന് പേര് കൊടുത്ത ദാസേട്ടൻ, ഭാവഗായകൻ എന്ന് പേര് കൊടുത്ത ജയേട്ടൻ, പിന്നെ ഒന്ന് മലയാളത്തിൻ്റെ വാനമ്പാടി കേസ്റ്റിത. ഇത്രയും പേരെ. ബാക്കിയുള്ള പാട്ടുകാർക്കൊക്കെ അവരുടെ അച്ഛനും അമ്മയും വിളിച്ച പേര് തന്നെയുള്ളൂ. ഈ ജയേട്ടന് ഭാവഗായകൻ എന്നുള്ള പേര് കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. പെട്ടെന്ന് പറഞ്ഞാൽ ഭാവാർത്ഥമായി പാട്ടുകൾ പാടുന്നു എന്നുള്ളതാണ്. നമുക്ക് സത്യത്തിൽ പാട്ടുകാർക്ക്, ഞാൻ പാട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്, പാട്ടുകാർക്ക് വേണ്ടത് ഗാനരചയിതാവ് തന്ന വരികൾ അതുപടി പാടുക, സംഗീത സംവിധായകൻ ഈണം നൽകിയ ആ ഈണം അതേപോലെ പാടുക, ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാടുക എന്ന് മാത്രമല്ല, വേറൊരു ക്വാളിറ്റി വേണ്ടത് ഭാവം ചേർക്കുക എന്നുള്ളതാണ്. ഈ ഭാവം എവിടെ വരണം എന്നുള്ളതാണ് പഠിക്കേണ്ടത്. എവിടെ വരണം? ഭാവം എവിടെ വരണം? ജസ്റ്റ് ഒന്ന് പറയൂ. മുഖത്ത് നിന്ന് പറഞ്ഞോ? പറഞ്ഞില്ല അല്ലേ? അധ്യാപകരാണ്,
പിന്നെ ഭാവം എവിടെയാണ് വേണ്ടത്? മനസ്സിൽ. മനസ്സിൽ ഭാവം വന്നാൽ അതിന് പറയുന്ന പേര് അഹംഭാവം എന്നാണ്. മനസ്സിൽ ഭാവം വന്നാൽ അത് അഹംഭാവമാണ്. അതൊന്നും പറ്റില്ല. പാട്ടുകാർക്ക് വേണ്ടത് ശബ്ദത്തിലൂടെ ഭാവം കേൾപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ജയേട്ടന്റെ പാട്ടിനുള്ള പ്രത്യേകത ശബ്ദത്തിലൂടെ മാത്രമല്ല അദ്ദേഹം ഭാവം പ്രകടിപ്പിച്ചത്. വാക്കുകൾക്കിടയിലും അല്ലെങ്കിൽ അക്ഷരങ്ങൾക്കിടയിൽ പോലും അദ്ദേഹം ഭാവത്തെ കാണിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ 70ാമത്തെ വയസ്സിൽ, 60 വയസ്സിന് ശേഷം അദ്ദേഹം പാടിയ ഒരുപാട് പാട്ടുകൾ പ്രണയാർദ്രമായ പാട്ടുകൾ. ദാസേട്ടന്റെ പാട്ടിനും ഭാവാർദ്രത നല്ലവണ്ണമുണ്ട്. മികച്ച രീതിയിൽ അദ്ദേഹം ഭാവത്തെ കാണിക്കുന്നു. പക്ഷെ ജയേട്ടന്റെ പാട്ടിനുള്ള പ്രത്യേകത ഇതാണ്, പ്രണയഗാനം പാടാൻ ജയേട്ടന് കഴിഞ്ഞ ആളുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ സമ്മിശ്രങ്ങളായ വികാരങ്ങൾ ഇങ്ങനെ ഒരു ദിവസത്തിൽ പലതും കയറി ഇറങ്ങുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഇതിനകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ നമ്മൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരേ ഒരു വികാരമേ ഉള്ളൂ. അതെന്തായിരിക്കും? അതിന്റെ പേര് പ്രണയം എന്ന് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള വികാരം, നമ്മുടെ മനസ്സിനെ ഹരിതാഭമാക്കുന്ന, പച്ചപ്പോടുകൂടി നമ്മുടെ മനസ്സിനെ നിലനിർത്തുന്നത് പ്രണയമാണ്. നമുക്കെന്നും ഒരുങ്ങി പുറപ്പെട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറപ്പെട്ട് വരണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു കള്ള കാമുകനുണ്ടാവും. കാമുകൻ പുരുഷന്മാരെ മാത്രം പറയുന്നില്ല, നേരെ തിരിച്ചു. അതാണ് നമ്മൾ ഏറ്റവും വെൽ ഡ്രസ്ഡാക്കി വരുന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു പ്രണയം ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ടാവാം. അതാണ് ഈ പ്രണയത്തിന്റെ പ്രത്യേകത. അത് തന്നെയാണ് ജയേട്ടൻ നമുക്കായി കാണിച്ചു തന്നത്. അതെങ്ങനെയാണെന്നറിയോ? ചോദ്യമാണ്. എന്റെ ചോദ്യം ഒരു പാട്ടായിരിക്കും, അതിന്റെ ഉത്തരവും പാട്ട് തന്നെയാണ്. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ. കണ്ടവരുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരേ ചകോരേ ചകോരേ. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഒന്ന് ഒപ്പം ചേരണം. ഈ ഭാഗത്തുള്ളവര് ഞാൻ പറയട്ടെ, സത്യത്തിൽ നമ്മള് മസിൽ പിടിക്കാതെ മസിലൊന്നും വിട്ടേക്കോട്ടോ. മസിലില്ലാതെ ഒന്നിരിക്കുക. കുറച്ചു നേരം ഞാൻ സംസാരിച്ച് തീർന്നവരെങ്കിലും മസിൽ വിട്ടുകൊണ്ടൊന്നിരിക്കുക. നമുക്ക് മാനസിക ഉല്ലാസത്തിനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് സത്യത്തിൽ സംഗീതം കേൾക്കുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു പാട്ട് എന്റെ അഭിവന്ധ്യ ഗുരുനാഥൻ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ്. ഇനിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി. ഇനിയെന്നു കാണും നമ്മൾ തിരമാലമെല്ലെ ചൊല്ലി. ചക്രവാളമാകെ നിന്റെ ഗദ്ഗദം മുഴങ്ങിടുന്നു. കരിമുകിൽ കാട്ടിലെ വീട്ടിലെ കനകാംബരങ്ങൾ പാടി
അതേപോലെ തന്നെ പ്രണയാർദ്രമായ പാട്ടുമാണ്. രാഘവമാഷ് ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ്. മറ്റൊരു പാട്ടുകൂടി സൂചിപ്പിക്കാം. ഞാൻ എൻ്റെ ഇപ്പൊ ഈ ജയചന്ദ്രൻ അനുസ്മരണം 24ാമത്തെ അനുസ്മരണമാണ്. ഇപ്പൊ സ്ഥിരം വരുമ്പം സ്ക്രിപ്റ്റ് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ ദിവസം പാടുമ്പോൾ ചിലപ്പോൾ പാട്ടുകൾ അല്പം അങ്ങോട്ടൊക്കെ മാറ്റി എന്നൊക്കെ വരും. ജയചന്ദ്രനുമായിട്ട് എനിക്ക് പേഴ്സണൽ ഒരു ബന്ധമുണ്ട്. 2010 ഞാൻ സെൻസർ ബോർഡുള്ള സമയം, ഞാൻ സെൻസർ ബോർഡ് മെമ്പറായിരുന്നു കുറേ കാലം, സിനിമ സെൻസർ ബോർഡ്. അപ്പോൾ ആ സമയത്ത് തന്നെ ജേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ വീട് പാതിരിയാട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അവിടത്തേക്ക് അദ്ദേഹം വന്നു എന്തിനാണ് പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥനെ കാണാൻ വേണ്ടി തലശ്ശേരിയിൽ വരണം. രാഘവമാഷ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് നാട്ടിൽ വന്നത്. ഞാനത് സ്വാർത്ഥ ബുദ്ധിയാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷെ എന്നാൽ അതിൻ്റെ മധ്യവർത്തിയായിട്ട് ഒരാൾ നിൽക്കണമല്ലോ. അത് നിന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയായ തൃശ്ശൂരുകാരനായ ഹാസ്യകലാകാരനായ ജയരാജ് വാര്യർ. അദ്ദേഹം ഞാൻ തമ്മിൽ ദീർഘകാലത്തെ ബന്ധമാണ്. അദ്ദേഹം പറഞ്ഞതൊക്കെ ജയേട്ടൻ ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് രാഘവമാഷിന്റെ ശിഷ്യൻ എന്നുള്ളവർക്ക് എന്നെ വിളിച്ച് രാഘവമാഷ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നു. അതുപോലെ എൻ്റെ വീട്ടിലേക്കും വന്നു. അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴുള്ള ഒരേ ഒരു ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് വീട്ടുകാരല്ലാതെ മറ്റാരും ഉണ്ടാവരുത്. അത് ഞാൻ പാലിക്കുകയും ചെയ്തു. കേവലം ഒരു 4-5 മണിക്കൂർ നേരം അവിടെ ചെലവഴിച്ചു. കൂടാതെ അന്ന് തന്നെ പയ്യന്നൂര് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് ജയേട്ടൻ്റെ കൂടെ സുശീലമ്മയുടെ കൂടെ എനിക്കും ഒരു 4 പാട്ടുകൾ പാടാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു. ജയേട്ടനുണ്ടായിരുന്നു, പി സുശീലമ്മയുടെ. പയ്യന്നൂർ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു സംഗീതോത്സവം നടത്തുന്ന ഒരു സ്വാമിയുണ്ട്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ പരിപാടി. അപ്പൊ അത് ഞാൻ ഈ അവസരത്തിൽ 2010 എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് മുഴുവൻ, മിക്ക പാട്ടുകാരും പറയുക, പാട്ടിനെ പറ്റി പറയുമ്പോൾ അവനവൻ പാടിയ പാട്ടിനെ പറ്റിയാണ് പറയുക, അല്ലെങ്കിൽ അവനവൻ ചിട്ടപ്പെടുത്തിയ പാട്ടിനെ പറ്റിയാണ് പറയുക. അത് നമ്മുടെ യൂട്യൂബിൽ എടുത്ത് നോക്കി കാണാം. ഒരുപാട് സ്വന്തം പാട്ടിനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ആളുകൾ. പക്ഷെ ജയേട്ടൻ ഒരിക്കലും സ്വന്തം പാട്ടിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവനും നമ്പർ 1 ആയിട്ടുള്ളത് മുഹമ്മദ് റാഫി സാർ, പിന്നെയുള്ളത് ലതാജി, പിന്നെയുള്ളത് സുശീലമ്മ. അത് കഴിഞ്ഞ് 4ാമത്തെ സ്ഥാനം മാത്രമേ ദാസേട്ടൻ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. ദാസേട്ടൻ പാടിയ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ പോലും പാട്ടിനെ പറ്റി പറയുമ്പോൾ, ഫിലിം സോങ്സിനെ പറ്റി പറയുമ്പോൾ, ഇന്ത്യൻ മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയുക റാഫി സാറിന്റെ പാട്ടിനെ പറ്റിയാണ്. അത് സത്യത്തിൽ അത് തന്നെയാണ് കാര്യം. കാരണം അദ്ദേഹം നിരന്തരം പാട്ട് കേൾക്കുന്ന ഒരാളാണ്. പാട്ട്, സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു പാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ശബ്ദ സൗകുമാര്യം ആണോ അല്ല ഡീപ്പായിട്ട് നോളജ് ആണോ എന്നറിയില്ല. ഒരു പഠിച്ച ഒരാൾ പാടുന്നതിന്റെ അപ്പുറം ഭാവാത്മകതയെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഇത് ഏതാണെന്ന് പറയും. പ്രേമ വൃന്ദാവന ഹേമന്തമേ, നിന്റെ പേര് കേട്ടാൽ സ്വർഗം നാണിക്കും. ആരാധ സോമരസാമൃതം നേടുവാൻ ആരായാലും മോഹിക്കും. ആനന്ദ ചന്ദ്രികയല്ലേ അഭിലാഷമഞ്ജരിയല്ലേ, അഭിലാഷമഞ്ജരിയല്ലേ. സുന്ദരഗോപുര നർത്തകീ നിൻരൂപം ഏതൊരു കോവിലും ദേവതയാകും, ഏതൊരു കോവിലും ദേവതയാകും. ഏതു പൂജാരിയും പൂജിക്കും നിന്നെ, ഏതു പൂജാരിയും പൂജിക്കും. ഇത് പാടാൻ ജയേട്ടൻ തന്നെ വേണ്ടേ? വേറെ ആര് പാടിയാലും അറിയത്തില്ല എന്നതാണ്.
ഓക്കെ. മായികമാകുമ മന്ദസ്മിതത്തിന്റെ മാറ്ററിയുന്നവരുണ്ടോ? തങ്കമേ, ആ തങ്കമേ എന്നുള്ള വിളിക്ക് തങ്കത്തിനേക്കാൾ ഒറിജിനൽ തങ്കത്തിനേക്കാൾ മൂല്യമുള്ളതായിട്ട് തോന്നുന്നു. മായികമാകുമ മന്ദസ്മിതത്തിന്റെ മാറ്ററിയുന്നവരുണ്ടോ? തങ്കമേ, നിന്മേനി കണ്ടാൽ കൊതിക്കാത്ത തങ്കവും വൈരവും ഉണ്ടോ? വെരി ഗുഡ്. സാർ നന്നായി പാടുന്നല്ലോ. അല്ല, നല്ല ശുദ്ധിശുദ്ധമായിട്ട് പാടുന്നുള്ളതാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, സന്തോഷമാണ്. അല്ല, നിങ്ങൾ എല്ലാവരും പാടുന്നു കേട്ടോ. എല്ലാവരും പാടുന്നു. നിങ്ങള് എനിക്ക് വേണ്ടത് എന്റെ സ്വാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് ഇതാണ്. കുറച്ചു നേരമെങ്കിലും നിങ്ങളൊക്കെ സംഗീതത്തിലൂടെ അല്ലെങ്കിൽ ജയേട്ടന്റെ പാട്ടുകളിലൂടെ നിങ്ങളുടെ മനസ്സ് ഒന്ന് സഞ്ചരിക്കാൻ മാത്രമേ എന്റെ വരേണ്ട ഉദ്ദേശമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ്ണരാജികളില്ലയോ ഇല്ലയോ ഇല്ലയോ? കേവല ആശ കേൾക്കാത്ത ദൈവദൂതികയാണു നീ. വെരി ഗുഡ്, വെരി ഗുഡ്. സത്യത്തിൽ ഇതിന്റെ ഭംഗി കേൾക്കണമെങ്കിൽ പുറത്തുനിന്ന് കേൾക്കണം. ഈ ഇങ്ങനെയല്ല, നിങ്ങള് സാധാരണ കോറസ് വർക്ക് ചെയ്യാറുണ്ട്. കോറസ് വർക്കിന്റെ ഭംഗി ഭയങ്കരമാണ്. കാരണം നമ്മുടെ ഹ്യൂമൻ വോയിസ് എന്ന് പറയുന്നത് അത്രമാത്രം പവർഫുൾ ആണ്. പണ്ട് നമ്മളെല്ലാവരും ആസ്വദിച്ചിരുന്ന കലാരൂപം, ഏറ്റവും ആദ്യം ആസ്വദിച്ചിരുന്ന കലാരൂപം എന്ന് പറയുന്നത് സംഗീതമാണ്, അല്ലേ? നമ്മൾ ജനിച്ച ഉടനെ അതല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പേ തന്നെ കേട്ടിട്ടുള്ളതാണ് അമ്മയുടെ താരാട്ട്. അമ്മ ചിത്രം വരയ്ക്കുകയോ നൃത്തം ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ, അഭിനയിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ കാര്യമില്ല, പാട്ട് തന്നെ വേണമായിരുന്നു. ഹ്യൂമൻ വോയിസിന്റെ പവറാണ് ഈ പറയുന്നത്. സത്യത്തിൽ ഈ അമ്മമാരാരും താരാട്ട് പാട്ടിന്റെ കോഴ്സിന് ചേർന്നതൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. താരാട്ട് പാടണമെന്ന് അമ്മൂമ്മയോ മുത്തശ്ശിമാരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. എവിടുന്നോ പഠിച്ചു, എന്തോ ചെയ്തു, എന്തൊക്കെയോ അവര് കൈകൊണ്ടും കാരണമൊക്കെ കാട്ടിക്കൂട്ടുന്നു വാക്കുകളൊക്കെ. സത്യത്തിൽ ഈ അമ്മമാര് താരാട്ട് പാടും, അതിന് പ്രത്യേകിച്ച് വാക്കുകളുടെ ആവശ്യമൊന്നുമില്ല. വാക്ക് അർത്ഥമുള്ള ഒരു വാക്കും വേണ്ട, എന്തെങ്കിലും ഒരു അക്ഷരമോ ഒരു ശബ്ദമോ മാത്രമേ താരാട്ടിന് ആവശ്യമുള്ളൂ. പക്ഷെ ഈ അമ്മമാര് താരാട്ട് പാട്ടിനൊപ്പം മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടായിരുന്നു. അറിയോ എന്താന്നുള്ളത്? നിങ്ങളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല, പക്ഷെ നിങ്ങളൊക്കെ താരാട്ട് പാടിയിട്ടുള്ള, താരാട്ട് പാടി കുറച്ചാളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അല്ലേ? അല്ലാതെ കല്യാണം കഴിയാത്തവർ താരാട്ട് പാടിയിട്ടുണ്ടാകും. കാരണം ഏതെങ്കിലുമൊക്കെ കൊച്ചുങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ അറിയാതെ കുട്ടികൾ എടുക്കുമ്പോൾ അമ്മ മനസ്സ് പെട്ടെന്ന് ഉണരും. കുട്ടി ചെറിയ പെൺകുട്ടികളായ പോലും അവരിൽ ഒരു അമ്മ മനസ്സ് ഉറങ്ങി കിടക്കുന്നത് അത് ഉണരും പെട്ടെന്ന്. അപ്പോ ഈ താരാട്ട് പാടുന്ന അവസരത്തിൽ നിങ്ങൾ അറിയാതെ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? താളം. ഈ ശബ്ദത്തോടൊപ്പം നമ്മൾ അറിയാതെ ഒരു താളം കൂടി കുട്ടിയിലേക്ക് സന്നിവേശിച്ചു. അപ്പൊ ഈ കലാരൂപമാണ് നമ്മളെന്നും ആദ്യം ആസ്വദിച്ച കലാരൂപം എന്ന് പ്രത്യേകിച്ച് ഓർക്കുക. ഹ്യൂമൻ വോയിസ് ഭയങ്കര പവറാണ്. ഞാൻ പറഞ്ഞ കോറസ് എന്ന് പറയുന്ന എം പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധാനം ഉണ്ടായിരുന്നു നമുക്ക്. എം പി ശ്രീനിവാസൻ എന്ന് പറയുന്നത് ദാസേട്ടനെ കൊണ്ട് ആദ്യം പാടിപ്പിച്ച സംഗീത സംവിധാനം. ഏതാ പാട്ട് നോക്കണ്ട? ദാസേട്ടൻ ആദ്യം പാടിയ പാട്ട്
ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. ഈ പാട്ടായിരുന്നു ആദ്യം ദാസേട്ടനോട് ഈ പാട്ട് പാടിപ്പിച്ചത് എം പി ശ്രീനിവാസൻ എന്ന് പറയുന്ന അതുല്യനായ സംഗീത സംവിധായകനാണ്. ഇദ്ദേഹമാണ് ഈ കോറസിന്റെ ശരിയായ പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ചെയ്ത കോറസിന് ഒരുപാട് പ്രചാരം നേടിയ കോറസാണ്. അപ്പോൾ ഈ കോറസ് ഞങ്ങൾ ആകാശവാണിയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ കോറസിന് വലിയ വാല്യൂ കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ചേർന്നിരുന്ന് പാടാനുള്ള പവറും ഭയങ്കരമാണ്. അതാ ഞാൻ പറഞ്ഞത് പുറത്തിരുന്ന് കേൾക്കണമെന്നുള്ളത്. അപ്പൊ അതിന്റെ സുഖം ഭയങ്കരമാണ്. ഓക്കെ, പട്ടുതൂവാലയും വാസന തൈലവും അവൾക്കു നൽകാൻ കരുതി ഞാൻ. പട്ടുറുമാലു വേണ്ട, അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂട് മാത്രം. സുജാതയാണ് പാടിക്കുന്നത്. സുജാത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ പാട്ടുകാരെ സംബന്ധിച്ച് ഏറെ ഇഷ്ടമുള്ള ഒരു ഗായികയാണ് സുജാത. ചിത്രയും സുജാതയും വന്നാൽ നമ്മൾ ആദ്യം സുജാതയുടെ പാട്ടാണ് കേൾക്കുക. ആ പാട്ടിന് വല്ലാത്തൊരു ജീവനുണ്ട്. ഒരു കൊഞ്ചലും ഒരു കുണുങ്ങലും ഒക്കെ അധികമാണ് സുജാത. വേണ്ട സ്ഥലത്താണ് അതോ വേണ്ടാത്തവർക്കും കൊഞ്ചൊന്നുമില്ല, പക്ഷെ അതൊരു സുഖമുള്ളതാണ്. കടവത്തു തോണിയിറങ്ങാൻ കരിവള കൈ പിടിക്കാൻ അതു കണ്ടു രാവ് പോലും കൊതിച്ചോട്ടെ. കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും മധുമാസരാവിൽ വെഞ്ചന്ദ്രനായ അരികത്തു നിന്നിട്ടും നിങ്ങൾ നല്ല മികച്ച സ്നാഫ് കേട്ടോ. ആ ഓക്കെ, പക്ഷെ ഇത് പുരുഷ പ്രതികളെ കാണുന്നില്ല. ഓക്കെ, ഓക്കെ. ഞാൻ അധ്യാപകരായതുകൊണ്ട് അധ്യാപകരുടെ മനസ്സിലുള്ള സ്വഭാവ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം എന്തൊക്കെയാണെന്നുള്ളത്. ദേവരാഗമോ. ഓക്കെ, ഇതൊക്കെ പാടുമ്പോൾ ദേവന്റെ ഒരു ഭാവം സ്തുതികളാണ്. ഈ നേരത്തെ പാടിയില്ലേ, എന്തൊരു സുഖമാണ് അവർ കേട്ടാൽ. കേട്ട് നോക്കണം. ദാസേട്ടൻ ഇല്ലാത്തൊരു സുഖം ജയേട്ടൻ്റെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, സ്വർണ്ണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ, അവൾക്കായി വരികളറിയില്ലേ, കൊഞ്ചും മണിക്കെന്നലേ. ഓക്കെ, സാരമില്ല സാരമില്ല. സംഗീതം ആ പാട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്, ഈണം നിങ്ങളുടെ മനസ്സിലുണ്ട്, അത്രയും മതി. മൗനാനുരാഗത്തിൻ ലോകഭാവം മറന്നിട്ടുമെന്തിനോ
ഒഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ തീരം പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം മറന്നിട്ടുമെന്തിനോ MP എഴുതിയിട്ടാണ് നമ്മളെ വിസ്മയിപ്പിച്ചത്. ജയേട്ടൻ പാടിയിട്ടാണ് വിസ്മയിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയാതെ കൂടുതൽ പാടുന്നത്. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിലുള്ള എന്താണ് ഉൽപ്പന്നം, അതാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അതാണ് ജയേട്ടനില്ലെങ്കിലും ഇനി ഒരുപാട് കാലം നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോയിൽ കാണുന്ന 7ഉം 8ഉം വയസ്സുള്ള കുട്ടികൾ പാടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ നോക്കിയാൽ നിങ്ങൾ, അതും അവരുടെ അപ്പൂപ്പന്മാരെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ പാട്ടുകളാണ്. അതിനർത്ഥം ഇപ്പോഴും ഇങ്ങോട്ടൊന്നും ഏറ്റുപാടാൻ പറ്റിയ ഒരു പാട്ടും ഇല്ല എന്നാണ് ഞങ്ങൾ പറയാ. നിങ്ങൾ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഏറ്റുപാടാൻ പറ്റിയ ഒരു പാട്ടുമില്ല. കണ്ടാൽ വീണ്ടും കാണണമെന്ന് തോന്നുന്നു. നിങ്ങൾ ആരെങ്കിലും അടുത്ത കാലത്ത് കണ്ട് ഒരു സിനിമ 2 തവണ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങളുടെ കാലത്ത് 5-6 തവണ കണ്ട സിനിമകളൊക്കെ, ഒരു സിനിമ തന്നെ 5-6 തവണ കണ്ടത്. എന്നാൽ അത്രത്തോളം ശരിക്കും സിനിമ എന്ന് പറയുന്നത് കലയുടെ സമന്വയമാണ്. എല്ലാതരം കലകളും സമന്വയിപ്പിച്ചിട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ, ഞാൻ മിക്ക സിനിമയും കാണാറുണ്ട്, കാരണം എങ്കിലും മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട്. ഒന്നിനും കൂടുതൽ സിനിമ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ സിനിമയിൽ പോയിട്ടുണ്ടാകും, നമ്മുടെ മനസ്സിൽ നിൽക്കുകയില്ല. അതാണ് സിനിമയുടെ ഇപ്പോഴത്തെ കാലത്തെ വർക്കൗട്ട് ചെയ്യുകയാണല്ലേ. ഞാൻ കൂടുതൽ നിർമ്മിപ്പിക്കില്ല. നിങ്ങൾക്കൊക്കെ മത്സരത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്. ഒരു പാട്ട് കൂടെ പാടിയിട്ട് ഞാൻ നിർത്തും. നമ്മള് ഈ കവികളുടെ രചനയുടെ കാര്യം പറയാം. വെറുതെ ഇരുന്നേതോ കുയിലിന്റെ പാട്ട് കേട്ട് എതിർപ്പാട്ട് പാടുവാൻ പോകാം എന്ന് ONV സാർ നമുക്ക് പണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് കുയിലിന്റെ പാട്ട് കേട്ടാൽ നമുക്ക് എതിർപ്പാട്ട് പാടണം എന്ന് തോന്നും. അതിന്റെ അർത്ഥം കുയിലാണ് പക്ഷികളുടെ കൂട്ടത്തിലെ ഏറ്റവും പാട്ടുകാരി. അതുപോലെ തന്നെയാണ് പഞ്ചമം പാടും കുയിലോ, ഇവിടെ ഓണത്തിങ്ങൾ കിടാവുന്നത് പഞ്ചമം പാടുകയോ, പാട്ടുകാരിയായിട്ട് നമ്മൾ പ്രദർശിച്ചിരിക്കുകയാണ് കുയിലിനെ. പക്ഷെ ഒരു കവി പറയാണ്, ദേവി ഏത് കുയിലിനോട് പാടരുത്, നീ പാടരുത് ദേവി. അതുപോലെ തന്നെയാണ് നമുക്ക് ചന്ദ്രന്റെ നിലാവ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നിലാവ് കാണുന്നത് അപാരമായ ഭംഗിയാണ്. ഈ നിലാവിനോടും ചന്ദ്രനോട് പറയാണ്, ദേവി ഏത്, എന്റെ നിലാവ് വിളിച്ചു ഇങ്ങോട്ട് വേണ്ട. എന്താ കാരണം അറിയോ? എന്റെ മടിയില് എന്റെ പ്രണയി ഉറങ്ങുന്നുണ്ട്. ദേവി ഏത് കുയിലിന്റെ പാട്ട് കേട്ടാൽ, ചന്ദ്രന്റെ വെളിച്ചം കണ്ടാൽ ഇവരുടെ ഉറക്ക ഭംഗം വരും. അതുകൊണ്ട് ദേവി ഏത്, അതിനേക്കാളൊക്കെ കുയിലിന്റെ പാട്ടിനേക്കാളും ചന്ദ്രന്റെ നിലാവിനേക്കാളും ഒക്കെ എനിക്ക് മൂല്യമുള്ളത് എന്റെ പ്രണയിനിയുടെ സാന്ത്വനത്തോടുകൂടിയുള്ള ഉറക്കമാണ്. ഉറക്കഭംഗം വരുത്തരുത്. അപ്പൊ അതെങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ? അതെ, അതെങ്ങനെയാണ്? ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, കാരണം എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. അതിനുശേഷം എന്താ പറയുന്നറിയോ? ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. എന്നിട്ട് എന്താ പറയുന്നറിയോ? അതിന് പല്ലവിയാണ് കേൾക്കേണ്ടത്. ഉച്ചത്തിൽ മെഡിക്കൽ നമ്മുടെ ക്ലാസ്സിൽ പാടെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി സംസാരിക്കാൻ നമ്മൾ ഡിസ്റ്റർബ് ആണ് അല്ലേ?
അതുപോലെ ഞാൻ ഡിസ്റ്റർബായി പോയത്. ഉച്ചത്തിൽ മെഡിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ. കുയിലിന്റെ പാട്ടും ഈ നിലാവിന്റെ വെളിച്ചം ഒക്കെ കിടക്കട്ടെ, പക്ഷെ എന്റെ മടിയിൽ കിടക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ വെളുപ്പ് ശബ്ദം കൂടി പോയാൽ ഉച്ചത്തിൽ മെഡിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ. സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേക്കുമ്പോൾ താരാട്ടിനനുയാത്ര നിദ്രതൻ പടിവരെ താമരമലർവിഴി അടയും വരെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മരുറക്കമാ ഉണർത്തരുതേ. എന്നോ മരുറക്കമാ ഉണർത്തരുതേ. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ നിർത്തുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ആസ്വാദകന്മാരുടെ കൂട്ടത്തിൽ ഇവിടെ ഒരു 60, 70, 60 അടുത്ത് ആളൊക്കെ ഉള്ളൂ. പക്ഷെ എനിക്കത് 600 കാരണം നിങ്ങളുടെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കുറെ മെച്ചൂർഡാണല്ലോ, അതുകൊണ്ടായിരുന്നു ശ്രദ്ധിച്ചിരിക്കുന്നത്. ശ്രദ്ധയോടുകൂടി ഇരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സർ, എന്നെ വിളിച്ച ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു തമിഴ് ഗാന ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു താരാട്ട് പാട്ടുണ്ട് ജയേട്ടൻ്റെ, രാസാത്യുന്നെ. അത് ഒന്ന് 2 വരി പാടുമെന്ന്. അതായത് നല്ല ചോറും കറികളും ഉണ്ടാക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ബിരിയാണി വെക്കാൻ സാധിക്കില്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ തൊണ്ടയ്ക്ക് കൊക്കിൽ ഒതുങ്ങാവുന്നത് മാത്രമേ ഞാൻ വെക്കാറുള്ളൂ എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഞാൻ പഠിച്ചിരുന്നൊക്കെ പാലക്കാടാണ്, തമിഴുമായിട്ട് ബന്ധമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും പാലക്കാട് ഞാൻ 82-ലാണ് കോഴ്സ് കഴിഞ്ഞ് വന്നത്. പിന്നെ എനിക്ക് തമിഴുമായിട്ട് വലിയ ബന്ധമില്ല. പക്ഷെ എനിക്ക് ദാസേട്ടനും ജയേട്ടനും പാടിയ പാട്ടുകൾ വെച്ചുകൊണ്ടാണ് ഞാൻ എന്റെ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞ കാര്യം, ബിരിയാണി വെക്കാൻ മുതിരാറില്ല എന്നുള്ളതാണ്. ഓക്കെ, ബിരിയാണി കഴിക്കും കേട്ടോ. താങ്ക് യു. ഇവിടെ എന്നെ വിളിച്ച നല്ലവരായ ലിജു ടീച്ചർ ആരാണ് എനിക്ക് മനസ്സിലാവും. നിങ്ങളാണോ? ടീച്ചർ നിരന്തരം പലപ്പോഴായിട്ട് വിളിച്ചുകൊണ്ടിരുന്നു. കാരണം ഞാൻ ടീച്ചറോട് പറഞ്ഞു, തൊഴിലിനെ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ എപ്പോഴാണ് നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് ഓർമ്മ കിട്ടിയില്ല. അപ്പൊ ടീച്ചർ ഇതൊക്കെ ഇയാളത്തെ എങ്ങനെ എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ഈ ജയന്തൻ അനുസ്മരണം തന്നെയുണ്ട്. പക്ഷെ അത് പെണ്ണൻ കോളേജിൽ എന്നായിരുന്നു എന്നുള്ളത് ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ നല്ലവരായ അധ്യാപകർ, പ്രിൻസിപ്പൽ, എല്ലാവരും. രാജേശ്വരി എന്നുള്ളത് എനിക്ക് ആ പേരല്ല, ആ രാജശ്രീ എനിക്ക് അറിയാമായിരുന്നു. എൻ്റെ സഹപാഠിയുടെ ചേട്ടൻ്റെ മകളാണ് ഇരിക്കുന്നത്. അത് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. കാരണം മോഹൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. എൻ്റെ ഒപ്പമല്ല, എന്നേക്കാൾ 1 വർഷം താഴെയാണ് അദ്ദേഹം പഠിച്ചത്. പ്രായത്തിൽ എന്നേക്കാളും മേലെയാണ്. കോളേജ് പഠിച്ചതിനേക്കാൾ 1 കൊല്ലം താഴെ. ഞാൻ വിട്ടുകൊടുത്തില്ല, നേരെ കോളേജിൽ പോയി. അതാണ് 37 വർഷം എനിക്ക് അധ്യാപകനായിട്ട് ഇരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു സ്കൂളിലും ഒരാൾക്കും അങ്ങനെ കിട്ടില്ല. 37 വർഷം കിട്ടില്ല. കാരണം ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് 57 വയസ്സായിരുന്നു. സർക്കാരിന്റെ ഇതനുസരിച്ച് ജൂലൈ 2 കഴിഞ്ഞാൽ 1 വർഷം മുഴുവൻ പോലും. അതുകൊണ്ട് അങ്ങനെ 1 വർഷം കിട്ടിയപ്പോൾ റിട്ടയർ ചെയ്തിട്ട് എനിക്ക് 57 വയസ്സായി. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞു. പിന്നെ എന്നെ ഇവിടത്തേക്ക് വിളിച്ച ഇതിന്റെ നല്ലവനായ പ്രൊഫസറോട്, നിങ്ങൾ ജയന്തൻ അനുസ്മരണം നടത്തണമെന്ന് തോന്നിയത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആർദ്രതയുള്ളതുകൊണ്ടാണ്. സംഗീതം ആസ്വദിക്കുന്നവർക്ക്, കല പാടി പ്രചരിപ്പിക്കുന്നവർക്കൊക്കെ ആർദ്രതയുള്ള മനസ്സുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ പാട്ടുകൾ പാടുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ആർദ്രതയുള്ള മനസ്സുമായിട്ട് മാത്രമേ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ദയോടുകൂടി കഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കയില്ല ഞാൻ,
നോമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, നോമാത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും ഞാനും ഞങ്ങളും നമ്മളും സ്നേഹിക്കാൻ പാടില്ല എന്ന് മാത്രം പറയുന്നു. ഒത്തിരി ഒത്തിരി സന്തോഷം. താങ്ക് യു.